കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ആനയിടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് ഡിഎഫ്ഒ ഇന്ന് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകും. പരിക്കേറ്റ 12 പേർ ചികിത്സയിലാണ്. കൊയിലാണ്ടി നഗരസഭയിലെ 9 ഡിവിഷനുകളിൽ ഇന്ന് ഹർത്താലാണ്. കൊയിലാണ്ടിയിൽ നിന്ന് MS അനീഷ് കുമാറും CV അനുമോദും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ ഒരു ഉത്സവാന്തരീക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ന് ശ്മശാന മൂകത അല്ലെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാവേണ്ടി വന്നതിന്റെ ഞെട്ടൽ അത്ര പെട്ടെന്ന് ആ നാട്ടുകാർക്ക് മാറുമെന്ന് തോന്നുന്നില്ല. ഇന്നലത്തെ അപകടത്തിന് ശേഷമുള്ള അവിടുത്തെ അവസ്ഥ എന്താണിപ്പോ? ശ്രീജ, അങ്ങേയറ്റം വേദന ഉള്ള ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പ്രാദേശികമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇത്രയധികം ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യമുണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ ഒരു മേൽ പന്തൽ നടപ്പന്തൽ ഭാഗത്താണ്. ഇവിടെ 2 ക്ഷേത്രങ്ങളാണ്. അതായത് ക്ഷേത്രത്തിന്റെ 2 ഇടങ്ങളുണ്ട്. അവിടെ ഒന്ന് ഭരദേവതയും മറ്റൊന്നും ഭഗവതിയുമാണ്. ഇതിൽ ഭരദേവതയുടെയും ഭഗവതിയുടെയും തിടമ്പുകൾ ഏറ്റുന്നതിനുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ് ആനകൾ എറിഞ്ഞത്. ഒരു തിടമ്പ് ഏറ്റുന്ന ഇടത്ത് പീതാംബരൻ എന്ന ആനയും മറ്റൊരിടത്ത് ഗോകുൽ എന്ന ആനയുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നിൽക്കുന്ന ഏതാണ്ട് ഭാഗത്ത് തന്നെയായിരുന്നു ഈ 2 ആനകളും നിൽക്കുന്നത്. ആനകൾ നിലയുറപ്പിച്ചപ്പോഴാണ് ഈ കതിനായിട്ട് ശബ്ദം, ഈ വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട ഉടനെ പീതാംബരൻ എന്ന ആന പെട്ടെന്ന് പ്രകോപിതനാവുകയും തൊട്ടടുത്ത് നിന്ന ഗോകുൽ എന്ന ആനയെ കുത്തുകയുമായിരുന്നു. ഈ കുത്തിന്റെ ഒരു ആഘാതത്തിൽ ആണ് പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമുക്കിപ്പം നാട്ടുകാർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു സംഭവം? ഇത് ഉത്സവത്തിന്റെ വരവിന് എന്താ പറയാ, ശിവക്ഷേത്രത്തിലേക്ക് ആഘോഷവരവ് പോകുമ്പോൾ അവിടുന്ന് താലപ്പൊലി തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഇവിടുന്ന് തിടമ്പെഴുന്നള്ളിച്ച് ഇങ്ങനെ വന്ന് ഈ സൈഡിൽ നിന്ന് വളയുന്ന സമയത്താണ് പുറത്തുനിന്ന് വെടിക്കെട്ടുണ്ടായത്. വെടിക്കെട്ടുണ്ടായതും മുന്നിലുള്ള ആന ബേക്കോട്ട് തിരിഞ്ഞതും മറ്റേ ആനേന്റെ മുകളിൽ കുത്തി. അപ്പൊ ആ 2 ആനയും കൂടി ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാണ്ട് ഇവിടുന്ന് തിരിഞ്ഞപ്പം നേരെ ആൾക്കാരടുത്തേക്ക് പോയി. ആ ചുമരെല്ലാം തട്ടി ചുമരിടിഞ്ഞു വീണു. അങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് മരണം സംഭവിച്ചത്. അത് കുറച്ച് പഴക്കമുണ്ട് ബിൽഡിംഗ്. അതെ അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ ഒരുപാട് ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ ആൾക്കാർ ഇരിക്കുകയായിരുന്നു. പ്രായ ആൾക്കാരെല്ലാം കസാലയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് അധികം ഓടാനും രക്ഷപ്പെടാനൊന്നും പറ്റാത്ത ഒരു ഇതിലായിരുന്നു. പിന്നെ അത് ആന ഇവിടെ വന്നപ്പോൾ പിന്നെ സ്പേസ് ഇല്ല, പിന്നെ അങ്ങോട്ടും പോകാനുള്ള. അപ്പൊ അവിടെ ആൾക്കാരുടെ മേത്തേക്കാണ് പിന്നെ ആന പോയത്. അപ്പൊ ആന 2 തിരിയുന്ന ആ ഒരു ഇതിൽ ഫുള്ള് തിരിഞ്ഞു വന്നപ്പം പിന്നെ ആനയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആന അതിന്റെ രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു, പേടിച്ചിട്ടായിരിക്കും. അപ്പൊ ആന ഒന്ന് തിരിഞ്ഞു, മറ്റേനെ ഇടിച്ചു, പിന്നെ മറ്റേതും തിരിഞ്ഞു. അപ്പൊ 2 കൂടി പിന്നെ അത് ഓടി പുറത്തേക്കാൻ പോയി. പോകുന്ന വഴിക്ക് ആരും ഒന്നും ചെയ്തില്ല. ഈ ഒരു സ്പേസിൽ ഇവിടെ നിന്നപ്പം സംഭവിച്ച കാര്യങ്ങളാണ് മെയിനായിട്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് 2 ആന നിൽക്കുമ്പോഴത്തേക്ക് കവറായി. പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണല്ലോ. അപ്പൊ ആനയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് പിന്നെ ആൾക്കാർക്കും അതിന്റെ ഉള്ളിൽ ജാമായ ആൾക്കാരെല്ലാം അതിന്റെ ഉള്ളിൽ കൂടി. ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ, അതോ ആ ഭാഗത്തായിരുന്നു? മോശമില്ലാണ്ട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വരവ് പോകുന്നുണ്ട്. കുറെ ആൾക്കാർ ആ ഭാഗത്താണ് വരവ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അതുവഴിയാണ് ഇറങ്ങി പോവുക. അപ്പൊ അത് കാണാൻ വേണ്ടി ആ സൈഡിലായിരുന്നു. അങ്ങോട്ട് ഓടിയിരുന്നെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. നേരെ റോഡിലേക്ക് ഇറങ്ങി പോയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഈ ഒരു ആൾക്കാർ സംഭവിച്ചല്ലാണ്ട് വേറെ ആരെയും ഒന്നും പറ്റിയില്ല. കൂടുതൽ ആളുകൾക്ക് ഈ കെട്ടിടം വീണും അങ്ങനെയുള്ള ഈ തെക്ക് നിരക്കിനിടയ്ക്ക് കെട്ടിടം വീണിട്ടും പിന്നെ ആന കുറച്ചൊന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആൾക്കാരുടെ അടുത്തേക്ക് ആന പോയിട്ടുണ്ട്. കാരണം തിരിയാൻ വേണ്ടിയിട്ട് ആനയ്ക്ക് 2 ഒരേ സ്ഥലത്തായി പോയി. അപ്പൊ അത് മറ്റേ ആന ബാക്കിലുള്ള ആനയ്ക്ക് തിരിയാനും മുന്നിലുള്ള ആനയ്ക്ക് ഓടാനും കൂടെയുള്ള സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ് ഇതിവിടെ സംഭവിച്ചത്. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല? ഇല്ല, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ആദ്യമായിട്ടാണ് സംഭവിച്ചത്. ശ്രീജിതാണ്, നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ സ്ഥലത്താണ് 2 ആനകളും ഒരേ സമയം തെക്കി നിൽക്കുന്നത്. അതിന്റെ തൊട്ട് പിന്നിലേക്ക് കാണുന്നതാണ് ഒരു പഴയ ഓഫീസ് കെട്ടിടമുള്ളത്. ആ കെട്ടിടം ഇടിഞ്ഞു പൂർണ്ണമായും താഴേക്ക് വീഴുകയായിരുന്നു ആ ഭാഗം. അതിന്റെ മുൻവശത്ത് ഇരുന്ന ആളുകളാണ് കൂടുതലായും അപകടത്തിൽപ്പെട്ടത്. ഒപ്പം ആ ഭാഗത്ത് നിന്നിരുന്ന ചില ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഈ തദ്ദേശവാസികൾ ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് ആന ആരെയും ആക്രമിക്കുകയുണ്ടായിട്ടില്ല. ആനകൾ 2ഉം ഇടഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ പരസ്പരം കൊമ്പ് കോർത്ത് പോയപ്പോൾ ഈ കെട്ടിടം ഇടിഞ്ഞതാണ് അപകടത്തിന്റെ ഒരു തോത് കൂട്ടിയത്. അതിനുശേഷം അവ മുൻവശത്തൂടെ കടന്നു പോവുകയായിരുന്നു. ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയാനൊരു കാരണം കൂടുതൽ ആനകൾ എഴുന്നള്ളത്ത് വന്ന സമയത്ത് മറുവശത്തുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ മേഖലയാണ്, അവിടെയാണ്
കലാപരിപാടികളും മറ്റുമൊക്കെ നടക്കുന്ന ആ മേഖലയിൽ കൂടുതൽ കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ ആ അപകടത്തിന്റെ തോത് 3 മരണത്തിൽ ഒതുങ്ങിയത്. കൂടുതൽ ആളുകൾ, ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടത് ഒഴിവായത് അതുകൊണ്ടുകൂടിയാണ്. എന്തായാലും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു എന്നടക്കമുള്ള പരിശോധനകൾ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒപ്പം ഫോറസ്റ്റിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. വനംവകുപ്പ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വിശദമായ റിപ്പോർട്ട് കൺസർവേറ്റർക്ക് നൽകും. ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നേടിയിരുന്നു. ഉത്സവത്തിനുള്ള അനുമതിയൊക്കെ കൃത്യമായി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്. പക്ഷേ പെട്ടെന്ന് ഈ പടക്കം പൊട്ടിയത് ആനയ്ക്ക് ഒരാനയ്ക്ക് പ്രകോപനമായി മാറുകയും അതാണ് പിന്നീട് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുമുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ ആളുകളെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും ഒക്കെ മാറ്റിയിരുന്നു. അതിൽ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 12 പേർ ചികിത്സയിലുണ്ട്. അവിടുത്തെ 3 മൃതദേഹങ്ങൾ ഇതിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അല്പസമയം കഴിയുമ്പോൾ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത ഘട്ടം ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവർക്കൊക്കെ ചികിത്സയും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അപകടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാം. നേരത്തെ ഈ ആനപ്പാപ്പാന്മാരടക്കമുള്ളവർ മൊഴി നൽകിയിരുന്നു. അവരൊക്കെ നൽകിയതും ഈ കതിനയുടെ ആ ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ഈ ഗുണ്ട് ഇതിനൊപ്പം ഉണ്ടായിരുന്നു, ഇതിന്റെ ആ ശബ്ദം കേട്ടാണ് ആന പ്രകോപിതരായത്. ആദ്യ ആന പ്രകോപിതനായതോടുകൂടി തന്നെ ഒപ്പമുണ്ടായിരുന്ന രണ്ടാമത്തെ ആനയും പ്രകോപിതനാവുകയും ആ 2 ആനകളുടെ ഒരു കൊമ്പുകോർക്കൽ നടന്നപ്പോൾ സമീപത്തെ കെട്ടിടം തകർന്നു വീഴുകയും ആ കെട്ടിടത്തിന്റെ ഉള്ളിൽപ്പെട്ട്, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുൻവശത്തൊക്കെ പെട്ട് ഈ വിശ്വാസികളായ ആളുകൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തുവെന്നാണ്. എന്തായാലും വലിയ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഒരുപാട് വിശ്വാസികൾ എത്തുന്ന, 2 കരയിൽ നിന്നുള്ള എഴുന്നള്ളത്തുകൾ എത്തുന്ന ഒരു സമയത്താണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജ, ശരി. ഹനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.